മൂപ്പൻസ് വ്ലോഗ് ഉൾപ്പെടെ പല ആൾക്കാരും രേണുസുതിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയെങ്കിൽ രേണുസുതി കപ്പില്ലാതെ വരുമോ ഗൈസ്? നമ്മുടെ ഇസ്നി ഖൈസന്റെ ഒരു ടീമുണ്ടല്ലോ, നീയൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം. ജിൻഡോയുടെ PR ആയിരുന്നു, രേണുവിന്റെ PR ആയിരുന്നു. അന്ന് അവിടെ തെളിയിക്കുകയും വേണം പബ്ലിക്കായിട്ട്. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണയും ഗൈസ് രേണുസുതിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. രാവിലെ തന്നെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയത്. രേണു പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്കൊരു എന്താണ് ഈ രേണുസുതി ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താണ് ബുദ്ധിശൂന്യത പോലെ പെരുമാറുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യം ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ നിയമത്തിന് തന്നെ എതിരാണെന്ന് തോന്നുന്നു ആക്ച്വലി അവർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയെന്നുള്ള കാര്യം. മുൻകൂട്ടി പല കാര്യങ്ങളും അറിഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചേക്കാവുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്തിട്ട് പോയ പോലെ, അതായത് നമുക്ക് തന്നെ മുൻകൂട്ടി നമ്മൾ തന്നെ ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കും ഫസ്റ്റ് ഡേ ഞാനിപ്പോ എലിമിനേഷനിൽ വരുവാണെങ്കിൽ എന്റെ പ്രേക്ഷകരോട് പറയാനായിട്ട് അല്ലേ, അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടിട്ട് അതിപ്പോ എലിമിനേഷനിൽ വന്നതിന് ശേഷം നോമിനേഷനിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയേക്കുന്ന ഒരു വ്യക്തി പോകുന്നത് പോലും പലരുടെയും വീഡിയോയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു തവണ കണ്ടത് ജാസ്മിന്റെ വീഡിയോ. ഞാൻ പോകുന്നതിന് മുമ്പ് പുള്ളി ഇതുപോലെ ജാസ്മിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിനകത്ത് നിൽക്കിയ പ്രേക്ഷകരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസിന്റെ മണിയറ പ്രവർത്തനം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എങ്ങനെ മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. രേണു നിൽക്കുന്നതിന് പോലും അപകടമായിട്ടാണ് ഗൈസ് എനിക്ക് ഈ കാര്യം തോന്നുന്നത്. ഇതിനകം സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഇതിനെ ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. രേണുവിന്റെ നിലനിൽപ്പിന് പോലും അങ്ങേറ്റം തെറ്റായിട്ട് ആണ് എനിക്കിത് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് രേണുവിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുവായാലും നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയും. 100% ഇത് അങ്ങേയറ്റം തെറ്റായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കമന്റ് ബോക്സ് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി അറിയാം എന്താണ് രേണു ഇത് മനസ്സിലാക്കുന്നത്. കാരണം 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് 100 ദിവസം വരെയുള്ള ഇങ്ങനത്തെ നോമിനേഷനിൽ വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടാണോ പോയതെന്നുള്ള കാര്യം. രേണു ആണെങ്കിൽ ഇതിന് മുമ്പ് ഇട്ടൊരു വീഡിയോ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് രേണു ഒരു വീഡിയോ ഇട്ടേക്കുന്നു. അതായത് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആഴ്ചകൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണെങ്കിൽ കൂടി ഒരുപക്ഷെ ആ ഒരു സമയത്ത് ആ വീഡിയോ ഇട്ട് അങ്ങേറ്റം തെറ്റായി പോയി. കാരണം രേണുവിന്റെ സ്വന്തം സ്നേഹിക്കുന്നവരെ പോലും വഞ്ചിക്കുന്ന രീതിയിൽ ആ ഒരു കാര്യം. എന്തൊക്കെയാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. PR വർക്ക്, ആ ഒരു കാര്യം. ഈ രേണുവിന്റെ കാര്യത്തിലും അങ്ങനെ ചില ആരോപണങ്ങൾ, ചില വീഡിയോസ് ഞാൻ കാണാനിടയായി ചില വ്ലോഗേഴ്സിനെതിരെ ആ ഒരു കാര്യം പറയുന്നതായിട്ട്. മേ ബി ഞാൻ സ്വയം ചിന്തിച്ചു, ഈ PR വർക്ക് കൊണ്ട് അല്ലെങ്കിൽ PR വർക്ക് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥിക്ക് ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമോ? കളി അറിയത്തില്ലേലും കളിച്ചില്ലേലും PR വർക്ക് പുറത്ത് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രം ഒരാൾ വിജയിച്ചു വരുമോ? എന്നിരുന്നാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേറെ ആരും നമ്മുടെ മൂപ്പൻസ് വ്ലോഗ്. പുള്ളിയുടെ വീഡിയോ ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പിലും ചില കണ്ടന്റുകൾ ഞാൻ പുള്ളിയുടെ സജഷൻസ് നോക്കാറുണ്ട്, പുള്ളി ചെയ്യുന്ന വീഡിയോസ്. കാരണം എന്തുകൊണ്ട് ഞാൻ പുള്ളിയുടെ വീഡിയോ കാണുന്നു എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് പറയുന്ന ചില അഭിപ്രായം, എനിക്ക് തോന്നുന്ന ചില ശരികൾ പുള്ളിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. വിമർശനം മാത്രമല്ല, രേണുസുതിയുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് ആ ചില ശരികൾ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു യൂട്യൂബർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് വരാം. പ്ലേറ്റ് മാറി. കൃത്യമായി പറഞ്ഞാൽ രേണു ബിഗ് ബോസിൽ കയറുകയാണെന്ന് വ്യക്തമായ സമയത്താണ് ഇയാൾ പ്ലേറ്റ് മാറ്റുന്നത്. രേണുവിനെ കുറിച്ച് നല്ലത് പറയാനുള്ള എന്തെങ്കിലും ടോപ്പിക് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇയാൾ രേണുവിനെ വിളിപ്പിച്ചുകൊണ്ട് 1-2 വീഡിയോകൾ ചെയ്തു. രേണു പാവാണ് എന്ന് പറഞ്ഞുള്ള ഒരു ടിപ്പിക്കൽ ഫേക്ക് നന്മമരം വീഡിയോ. ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ വന്നതിന് ഒരേ ഒരു കാരണം രേണു ബിഗ് ബോസിൽ കയറി എന്നുള്ളത് തന്നെയാണ്. 2 ആഴ്ച മുമ്പ് വരെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ആളാണ് ഇദ്ദേഹം എന്ന് ഓർക്കണം. പെട്ടെന്ന് ഒരു ദിവസം രേണു പാവമാണ് എന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് രേണുവിനാണെന്നൊക്കെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് തോന്നുകയാണ്. നന്മ അങ്ങോട്ട് മെഴുകുകയാണ്. പിന്നെ ഇദ്ദേഹം പണ്ടും ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റന്റുകൾക്ക് PR വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ പറയാം, മൂപ്പൻസ് വ്ലോഗ്. മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം രേണുവിന്റെ PR വർക്ക് ഏറ്റെടുത്ത് രേണുവിനെ ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ അതാണ് ചോദ്യം. PR വർക്ക് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ജയിക്കാനായിട്ട് പറ്റുമോ? കളിച്ചില്ലേലും രേണുവിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു 4 എപ്പിസോഡ് എങ്ങാണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 എപ്പിസോഡിലും രേണുവിന്റെ കാര്യത്തിൽ കണ്ടന്റ് എന്നൊരു രീതിയിൽ ബിഗ് ബോസിന്റെ ഏറ്റവും ഹൈ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിന്റെ പ്രമോ കണ്ടാലും അതിന്റെ ഇതുവരെയുള്ള ഒരു 3 പ്രമോയിൽ തന്നെ രേണുസുതിയുടെ കണ്ടന്റ് അല്ല, എല്ലാ പ്രമോയിലും രേണുസുതിയാണ് എന്റെ മെയിൻ കണ്ടന്റ്. ഒരു 80% അവര് കരഞ്ഞതും അവര് ചിരിച്ചതും അവരുടെ വീടിന്റെ ചോർച്ചയെ കുറിച്ച് ചർച്ച ചെയ്തതും അവര്
എന്താണ് അവരുടെ ഇന്നലത്തെ തന്നെ എപ്പിസോഡിനകത്ത് ഇന്നലത്തെ തന്നെ ബിഗ് ബോസിന്റെ പ്രമോയ്ക്കകത്ത് അവരുടെ എന്താണ് അവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചൊരു കാര്യം. അതാണ് കണ്ടന്റ് ഹൈപ്പ്. വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം, ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർ രേണുസുധി എന്നൊരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് കണ്ടന്റ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടും അവർക്ക് കാര്യങ്ങൾക്ക് റീച്ച് ഉള്ളത് കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സാധനം എടുക്കുന്നത്. അപ്പൊ അവരുടെ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു ഈ പറയുന്ന വ്യക്തി പോലും രേണുസുധിയുടെ കണ്ടന്റ് അല്ലാതെ വേറൊരു മത്സരാർത്ഥിയെ കുറിച്ച് കണ്ടന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഉൾപ്പെടെ എത്ര പേര് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ കണ്ടന്റിന് റീച്ച് ഉള്ളത് കൊണ്ടും അവരുടെ കണ്ടന്റ് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടും എന്താണ് അവിടെ ഹൈപ്പ് ഉള്ളത് കൊണ്ടും ആ കണ്ടന്റ് സംസാരിക്കുന്നത്. പക്ഷേ എത്ര മത്സരാർത്ഥികൾ അവർക്കൊപ്പം അവിടെ കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന കണ്ടന്റ് രേണുസു തുമ്മിയാലും ചിരിച്ചാലും അത് കണ്ടന്റ് ആക്കിയിരിക്കും. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം രേണുസുയുടെ കണ്ടന്റ് എന്തുകൊണ്ട് മനുഷ്യർ ചെയ്യുന്നു എന്നുള്ള കാര്യം. അത് അവിടെ നിൽക്കട്ടെ. മറ്റേ കാര്യം PR വർക്ക് എന്നുള്ള കാര്യം ഞാനാണെങ്കിൽ എനിക്കറിയില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് മറുപടി വീഡിയോ ഒരെണ്ണം കഴിഞ്ഞ കുറച്ച് സമയത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചാനൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഭാഗം വെക്കാം. അതിനു മുമ്പ് ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു വർഷത്തോളത്തിലധികമായി ഞാൻ മൂപ്പൻ സ്ലോഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് പല വീഡിയോ ഞാൻ കാണുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ചില വീഡിയോസിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ് നമുക്ക് മുഖവിലേക്ക് എടുക്കാറുണ്ട്. കാരണം നമുക്കതിൽ തോന്നുന്ന ചില ശരികൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണുന്നത് കൊണ്ട് മാത്രം. രേണുസുയുടെ കണ്ടന്റ് ആണെങ്കിൽ പോലും വിമർശിക്കേണ്ടത് അദ്ദേഹം വിമർശിച്ച് സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എന്നാൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. രേണുസുധിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അത് സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ അദ്ദേഹത്തെ കുറിച്ച് ജെന്യുവിനായിട്ട് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ സ്ഥിരം കാണുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വീഡിയോ പറയുന്നത് നോക്കിയിട്ട് വരാം. നമ്മുടെ ഇസ്നി ഖൈസന്റെ ഒരു ടീം ഉണ്ടല്ലോ, നീയൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം. എവിടെയാണെന്ന് സ്ഥലവും സമയവും ഒക്കെ പറ, ആ സ്ഥലത്തേക്ക് ഞാൻ വരും. വരുന്ന സമയത്ത് നിനക്കൊക്കെ നിന്റെ കലിപ്പും ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാനുണ്ടെങ്കിൽ അതങ്ങ് തീർത്തേക്കുക. ഓക്കെ, ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ഞാൻ വരിക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ എന്താ പറയുക, മൂപ്പ നന്മമരം കളിക്കുന്നു, ഡബിൾ സ്റ്റാൻഡ്, ജിൻഡോയുടെ PR ആയിരുന്നു, രേണുവിൻ്റെ PR ആയിരുന്നു, അന്ന് അവിടെ തെളിയിക്കുകയും വേണം പബ്ലിക്കായിട്ട്. ഓക്കെ, ഏത് സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ വരും. ഓക്കെ, എവിടെയാണെങ്കിലും വരും. ഈ വായ്ത്താളം അടിക്കുന്ന ഈ യൂട്യൂബിൻ്റെ അകത്ത് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന ഒരു റൂമിൻ്റെ അകത്ത് ഫോണിനോട് സംസാരിച്ച് ആ ആവേശം കൊള്ളുന്ന സംഭവത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പബ്ലിക്കായിട്ടുള്ളൊരു കാര്യം എവിടെയെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് നേരെ എന്നോട് ചോദിക്കുക. ലൈവ് പുള്ളി അദ്ദേഹത്തെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരാളെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ആവണം? നമ്മൾ ഒരാളെ എന്താണ്, ഞാൻ PR വർക്ക് കൊണ്ട് മാത്രം നമ്മൾ ഒരാൾക്ക് വോട്ട് കൊടുക്കുവോ എന്നുള്ളതാണ്. ഞാനിപ്പോ ബിഗ് ബോസിൽ ഞാൻ സ്ഥിരം കാണുന്നത് വോട്ട് ചെയ്ത ഒരാളാണ്. ഞാനിപ്പം പറയുകയാണ്, ഇപ്പൊ ഒരാളിപ്പോ PR വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുവോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണൂ, നിങ്ങൾ അവരെ മനസ്സിലാക്കുവോ, അല്ലെങ്കിൽ അതിനകത്ത് അവർ ഗെയിം കളിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് അവർ തരുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഹൈപ്പ് അവരിൽ നമുക്ക് ഇല്ല എങ്കിൽ പോലും ഒരാൾ PR വർക്ക് വെളിയിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് അവർ വിജയിക്കുവോ, നമ്മൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുവോ? അറിയില്ല. PR വർക്ക് എന്നൊരു കാര്യം ആധികാരികമായിട്ട് എനിക്കറിയില്ല. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി പുറത്തു നിന്ന് ചില പരിപാടികൾ നടത്തുന്നു എന്നൊക്കെയാണ് PR വർക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നത്. എങ്കിലും അത് എന്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാളുടെ PR കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു പറയുന്നത് കണ്ടുകൊണ്ട് ഒരിക്കലും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അങ്ങനെ വോട്ട് കൊടുക്കാനുള്ള മനസ്സ് തോന്നുന്നില്ല. അങ്ങനെ ആരും തന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ആവത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേറ്റ ഒരു മണ്ടന്മാരായിരിക്കും എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് എനിക്ക് ജെന്യുവിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വട്ടം വന്നൊരു കമന്റ് ബോക്സിൽ തന്നെ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. PR അല്ലേ. അതിനകത്ത് തന്നെ പുള്ളി പല കാര്യങ്ങളും അന്നേരം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് അന്നേരം അദ്ദേഹത്തിന്റെ വീഡിയോ സ്ഥിരം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് പറയാനായിട്ട് ഇതുള്ളൂ, PR വർക്കൊക്കെ ഒരാളെ എത്രത്തോളം വിജയിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം. രേണുസുധി എന്നൊരു ആൾ കണ്ടന്റ് ഹൈപ്പ് ഉണ്ട്. പക്ഷെ ഗെയിമിന്റെ കാര്യത്തിൽ രേണുസുധി ഒരു 4 ദിവസം ഗെയിം എനിക്ക് കണ്ടിട്ടും പുള്ളിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഉണ്ട്, റീച്ച് ഉണ്ട്, കാര്യം ശരി. പക്ഷെ ഗെയിമിന്റെ കാര്യത്തിൽ നമ്മൾ ഗെയിം കാണുന്നവർക്കറിയാം അല്ലെ, രേണുസുധി ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ കണ്ട എപ്പിസോഡിനകത്ത് എന്താണ് നമ്മുടെ ഈ മുത്തുവാരുന്ന ആ ഒരു സാധനത്തിനകത്ത് രേണുസുധി എന്താണ്, ഞാൻ അങ്ങോട്ട് പരിസരത്തോട്ട് പോലും പോയില്ല, ആ ഒരു രീതിയിലാണ് ഗെയിമിലൊക്കെ വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അതിന് ഇനി മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. രേണുവിന്റെ ഒരു രീതിയിൽ വെച്ച് രേണുവിന് മുന്നോട്ട് വരാൻ പറ്റും. അപ്പൊ രേണുവിനോളം പ്രായമുള്ള പല ആൾക്കാരും നല്ല രീതിയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അപ്പൊ രേണുവിന് കളിച്ചൊക്കെ കയറാനായിട്ട് പറ്റും. പിന്നെ PR വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ബിഗ് ബോസിന്റെ ട്രോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിനപ്പുറം ബിഗ് ബോസ് എന്ന ഷോയെ പോലും ജനങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.